അപ്പോൾ നമ്മളെ രീതിയിൽ ചെയ്യുമ്പോഴുള്ള ലാഭം ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര ലാഭം. അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോൾ വാടകയ്ക്ക് താമസിക്കാൻ വരണം ഒരിക്കലും ചോദിക്കാൻ പാടില്ല നിങ്ങളിത് കോൺക്രീറ്റിൽ ചെയ്താണോ, അതിന് ചൂട് കൂടുമോ, ഇതിന് കാര്യങ്ങളുണ്ടാവുന്നത്. ക്ലയൻറ്റിന് എന്താ വേണ്ടത്, ഏറ്റവും കൂടുതൽ ലൈഫ് കിട്ടുക. അത് കോൺക്രീറ്റിൽ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. 100% അയാളെ അതിൽ ഓക്കെയാണ്. പിന്നെ അവർക്ക് വേണ്ടത് ഇത്രയും ചെറിയ സ്ക്വയർ ഫീറ്റിൽ ഇത് ഫുൾ ഫിനിഷ് ആക്കുമ്പോഴേ ഉള്ളൂ അവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവുക. അപ്പോൾ അങ്ങനെ നോക്കണ സമയത്ത് അവർക്ക് ഈ സ്പേസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ 4 ഇഞ്ചിൻ്റെ ചുമരിൽ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ഒരു വീടിന് വേണ്ടത് സ്ട്രെങ്ത് ആണോ അതോ ചൂടാണോ? ചൂടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ മെയിൻ സ്ലാബ് കൂടി ഈ കോൺക്രീറ്റിൽ ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം മെയിൻ സ്ലാബ് മുമ്പാണ് ഏറ്റവും കൂടുതൽ ചൂട് താഴത്തേക്ക് ഇറങ്ങണത്. അപ്പം നിങ്ങൾ അതും കൂടി മാറ്റിയിട്ട് പണ്ടത്തെ പോലെ ഉരുടീസും തിലാനൊക്കെ നിരത്തിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഭയങ്കര കൂളിംഗ് ആയിട്ട് കിട്ടും. അപ്പോൾ പിന്നെ എന്തിനാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല, ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളത് കോൺക്രീറ്റ് ചെയ്യണത്? ഇപ്പോൾ ഉള്ള ഒരാൾക്കാരുടെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾക്ക് സൗകര്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കും, എന്നിട്ട് നമ്മൾ എടുക്കാത്ത കാര്യങ്ങൾക്ക് കംപ്ലീറ്റ് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കും. അങ്ങനത്തെ ആൾക്കാരാണ് എൻ്റെ ഈ ഒരു വീടിന് ചൂടിൻ്റെ പ്രശ്നം പറഞ്ഞിട്ട് എല്ലാ വീട്ടിലും ഇപ്പോൾ എ സി വെക്കുന്നുണ്ട്. ഈ വീട്ടിലും തന്നെ 8 AC പോയിൻ്റ് വെച്ചിട്ടുണ്ട്. പൈസ ഉള്ള ആൾക്കാരല്ല, ഇപ്പോൾ സാധാരണക്കാരടക്കം റൂമിൽ എ സി ഇട്ടിട്ടാണ് കല്ലുകൊണ്ട് ചെയ്ത വീട്ടിലടക്കം കടന്നുറങ്ങണത്. ആ കാലത്താണ് ഈ ഒരു ചൂടിൻ്റെ കുഴപ്പം മാത്രം പറഞ്ഞിട്ട് ബാക്കിയെല്ലാം നമ്മളെ വീടിനെ ഓക്കെ എന്ന് പറയുന്ന ആൾക്കാരും ചൂടാണ് അവരുടെ വലിയൊരു പ്രശ്നം. എന്നിട്ടോ സാധാരണ കല്ലിൽ കെട്ടിയ വീടിൻ്റെ ഉള്ളിൽ എ സിയും വെച്ചിട്ട് കടന്നുറങ്ങും ചെയ്യും ഇവർ. എന്തൊക്കെയല്ല, വീട്ടുകാർ ഹാപ്പിയാണ്, അതേപോലെ ഞങ്ങളും ഹാപ്പിയാണ്. ഹായ്, 2 നില വീട് വെക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീട്. ഇത് സത്യം പറഞ്ഞാൽ 2 നിലയല്ല 3 നില ചെയ്യാൻ പോയതാണ്. പക്ഷേ എയർപോർട്ട്, നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് ഈ പ്രോജക്റ്റിന് നമുക്ക് 2 നിലയ്ക്കുള്ള പെർമിഷനേ കിട്ടിയുള്ളൂ. 3ാമത്തെ നില ജോണിച്ചേട്ട അപ്ലൈ ചെയ്തു വെച്ചാലും അത് റിജക്റ്റ് ചെയ്യാനായിട്ടുണ്ടായത്. ഈ ഒരു ബിൽഡിങ് അടിയിലും മുകളിലും പാടെ 2500 സ്ക്വയർ ഫീറ്റാണ് ഇട്ടുള്ളത്. 2500 സ്ക്വയർ ഫീറ്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടണ്ട, ഇത് 4 അപ്പാർട്ട്മെൻറ്റാണ്. 625 സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് 4 വീട്. അതുകൂടാണ്ട് ഇതിൻ്റെ നടുക്കിൽ നല്ലൊരു കോണിയുടെ സ്പേസും നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എയർപോർട്ടിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ റെൻറ്റ് പർപ്പസാണ്. അത്യാവശ്യം നല്ല റെൻറ്റ് പോകുന്നൊരു സ്ഥലമാണ് എയർപോർട്ട്. അത് ഞങ്ങൾക്ക് ഈ വീട് വെക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായത്. കാരണം ഞങ്ങളൊരു വീട് എടുത്തത്, ഒരു അപ്സ്റ്റെയറിലൊരു വീടിന് അന്ന് വാടക കൊടുത്തത് 13,000 രൂപയാണ്. അതും ഒരു പഴയ വീടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പുതിയ രീതിയിൽ പുതിയ മോഡൽ വീട്, ഈ ഒരു വീടൊക്കെ ആകുമ്പോൾ നമ്മൾക്കൊരു വീടിന് ഒരു 20,000 രൂപ വെച്ചിട്ട് റെൻറ്റ് മേടിക്കുക. കാരണം അത്രയും നല്ല ഏരിയയാണ്. എയർപോർട്ടിൽ നിന്ന് കഷ്ടി 1 കിലോമീറ്ററേ ഉള്ളൂ. നല്ല പാർക്കിംഗ് ഉണ്ട്. അതേപോലെ തന്നെ 2 ബെഡ്റൂം വീട്സാണ് എല്ലാതും. ഈ വീടിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ ചെയ്ത് കൊടുത്തത്. അതായത് വിത്തൗട്ട് പ്ലാസ്റ്ററിങ് ആയിരുന്നു. ഇപ്പോൾ ജോണി ചേട്ടൻ അവിടെ നിന്നുകൊണ്ട് പ്ലാസ്റ്ററിങ് ചെയ്യിപ്പിക്കുകയാണ്. പ്ലാസ്റ്ററിങ് എന്നൊക്കെ പറഞ്ഞാൽ പോരാ, പ്ലാസ്റ്ററിങ് നിന്ന് നേരിട്ട് പോയി കാണുന്നേ വേണം. ഞാനാകെ അന്തം വിട്ടിരിക്കുകയാണ്. കാരണം പുട്ടി ഫിനിഷും കൂടി ഇത്ര ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഈ ഭായിമാരെ സമ്മതിച്ചു. എന്തായാലും ഈ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭായിമാരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഭായിമാരെ നമ്പർ മേടിച്ചിട്ടുണ്ട്. വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ വിളിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് 2 പർപ്പസ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് പ്ലാസ്റ്ററിങ് ആണ്. ഉള്ളും പുറം പ്ലാസ്റ്ററിങ്ങാണ് ചെയ്തിരിക്കുന്നത്. അതും ടോപ്പ് ഫിനിഷിങ്ങിലാണ് ഇതിൻ്റെ പ്ലാസ്റ്ററിങ് ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് സിമെൻറ്റ് അതിൻ്റെ മുകളിൽ സ്പ്രേ അടിച്ചാൽ തന്നെ ഹെവി ലുക്ക് കിട്ടണം രീതിയിലുള്ള പ്ലാസ്റ്ററിങ്. ഇങ്ങനെ സ്മൂത്തായിട്ട് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ അതിന് ദോഷമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ ക്രാക്ക് വരാൻ സാധ്യതയുണ്ട്. അതായത് ചെറിയ ചെറിയ വരകൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയും സിമെൻറ്റ് ഫിനിഷിങ്ങിലാണ് ഇവരിത് പ്ലാസ്റ്ററിങ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ഒരു ക്രാക്ക് ഒരു ഇഷ്യൂ ഉള്ള കാര്യമില്ല. അത് വൈറ്റ് സിമെൻറ്റിൽ കവർ ആവണതേ ഉള്ളൂ. കാരണം ഇങ്ങനെ സ്മൂത്ത് ഫിനിഷിൽ സിമെൻറ്റിൽ ചെയ്യണ സമയത്ത് ചെറുതായിട്ട് അത് വരുന്നതാണ്. ഇത്ര ഭംഗിയിൽ പ്ലാസ്റ്ററിങ് ചെയ്തൊരു വീട് ഞാൻ ഇതുവരെ ചെയ്ത ഒരു കോൺക്രീറ്റ് വീടിൻ്റെ മുകളിലും കണ്ടിട്ടില്ല. ഈ വീടിൻ്റെ പ്ലാസ്റ്ററിങ് ചെയ്തതും ഭായിമാരാട്ടോ, മലയാളികളല്ല. എൻ്റെ കൂടെ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന ആൾക്കാരും ഭായിമാരാണ്. പക്ഷേ ഒരിക്കലും ഈ ഒരു ഫിനിഷിങ് എനിക്ക് എൻ്റെ ഭായിമാരുടെ കയ്യിൽ നിന്നും കൂടി കിട്ടിയിട്ടില്ല. ചില മലയാളികൾ, ഇപ്പോൾ നമ്മൾ മുള്ളൂർക്കര ചെയ്ത പ്രോജക്റ്റിൽ മലയാളികളായിരുന്നു, അത് നല്ല ഫിനിഷിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അതിൻ്റെയൊക്കെ മുകളിലാണ് ഇതിൻ്റെ ഒരു ഫിനിഷിങ്. ഈ വീടിന് നമ്മൾ എല്ലാ കട്ടിലും ജനലും 5 ഇഞ്ച് തിക്നെസ്സിലാണ് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ ആദ്യം നമുക്കറിയാം ഈ വീട് ഉള്ളും പുറം പ്ലാസ്റ്ററിങ്ങാണ് ചെയ്യാന്ന്. കാരണം ഇതന്നെയായിരുന്നു, ഇത് റെൻറ്റ് പർപ്പസ് ആയ കാരണം കൊണ്ട് ജിപ്സം പുട്ടീനേക്കാളൊക്കെ നല്ലത് പ്ലാസ്റ്ററിങ് ആണ്. കാരണം ലോങ് ലൈഫ് കിട്ടേണ്ടതാണ്. പെട്ടെന്ന് ആൾക്കാർ ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ റെൻറ്റിന് വന്ന് നിൽക്കാൻ പോണത് എയർപോർട്ടിലുള്ള സ്റ്റാഫാണ്. 5 ഇഞ്ചിൻ്റെ ജനലിൻ്റെ തിക്നെസ് വന്നപ്പോൾ കണ്ടില്ലേ നിങ്ങൾ പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അതായത് ഇതിപ്പോൾ ഒരു പ്രൈമറോ ഒന്നും അടിക്കാത്തതാണോ, ജസ്റ്റ് സിമെൻറ്റ് ഫിനിഷാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പൊട്ടിയിട്ടതിനേക്കാൾ കൂടുതൽ ഫിനിഷ്. നിങ്ങൾക്കിത് സൂം ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ ഒരു ഫിനിഷിങ്ങിൽ എനിക്കിതുവരെ കിട്ടിയിട്ടില്ല പ്ലാസ്റ്ററിങ്. ചില വീടുകൾ എൻ്റെ ആൾക്കാർ തന്നെ പ്ലാസ്റ്റർ ചെയ്തിട്ട് ഞാൻ ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ടുണ്ട് എനിക്ക് അതിൻ്റെ ഒരു ഫിനിഷിങ് കണ്ടിട്ട്. ഇങ്ങനത്തെ ആൾക്കാരെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾക്ക് ഇവരെ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മാക്സിമം അവരെ നമ്മളെ പ്രൊജക്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം അത്രയും നല്ല വൃത്തിയിലാണ് ഇവർ പ്ലാസ്റ്ററിങ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ വീടുകൾ വയ്ക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നോർമൽ റേറ്റിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടം സംഭവിക്കാറാണ് പതിവ്. ഇതൊക്കെ തുടക്കകാലത്ത് നമ്മൾ കമ്മിറ്റ് ചെയ്തതാവുകൊണ്ട് അന്നത്തെ റേറ്റിന് നമ്മളത് ചെയ്തു കൊടുത്തതാണ്. ഒരുപാട് നഷ്ടം വരേണ്ടതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓരോ റൂമിൽ കയറുമ്പോൾ ഞാൻ കാണിച്ചു തരേണ്ടത്, അതായത് ഏറ്റവും കൂടുതൽ ഭിത്തികൾ വരിക ഇങ്ങനെ ചെയ്യുന്ന വർക്കിലാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 3000 അല്ലെങ്കിൽ 4000 സ്ക്വയർ ഫീറ്റുള്ള വീടാണെങ്കിൽ മാക്സിമം 4-5 ടോയ്ലറ്റ്സൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുണ്ടായിരിക്കുക. ഈ ഒരു വീട്ടിൽ
ടോട്ടൽ ടോയ്ലറ്റ്സ് വന്നിരിക്കുന്നത് 8 എണ്ണമാണ്. അതായത് ഓരോ അപ്പാർട്ട്മെൻറ്റിലും 2 അറ്റാച്ച്ഡ് ആയിട്ട്. അതുപോലെ തന്നെ എല്ലാം ഇപ്പോൾ സിറ്റ് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ 4 സിറ്റ് ഔട്ട്, കിച്ചൺ 4 എണ്ണം, ഹാള് 4 എണ്ണം, റൂം ഒരു അപ്പാർട്ട്മെൻറ്റിൽ 2 എണ്ണം വെച്ചിട്ടാണ്. അപ്പോൾ റൂം 8 എണ്ണം വരുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന മിഡിലുള്ള സ്റ്റെയർ കേസിൻ്റെ സ്പേസ് വരുന്നത് 2.40 നമ്മൾ വിട്ടിരിക്കുന്നത്. 1 മീറ്ററിൻ്റെ സ്റ്റെയർ കൊടുത്തിട്ട് 40 സെൻറ്റിമീറ്റർ നമ്മളതിൻ്റെ ഗ്യാപ്പ് മിഡിലും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ സ്റ്റെപ്പ് നമ്മൾ 15 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. കാരണം വാടകക്കാരാകുമ്പോൾ മുകളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും കയറി ഇറങ്ങേണ്ട ഇത് വരുന്നതാണ്. അതേപോലെ ഇവിടേക്ക് സാധനങ്ങൾ കയറ്റാനും ഇറക്കാനൊക്കെ ആയിട്ട് ആ ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മളൊന്നും കൂടി വീതി കൂട്ടിയത്. ഹൈറ്റ് 15 സെൻറ്റിമീറ്റർ ആക്കിയത്, ചവിട്ട് 30 സെൻറ്റിമീറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇതൊരു അപ്പാർട്ട്മെൻറ്റ്സ് ആണെന്ന്. അതായത് എലിവേഷനിൽ തന്നെ കാണാനും എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. ഇതിൽ ഇത്ര ബാത്റൂംസും റൂംസും അടുക്കളയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഈ വീടിൻ്റെ ഉള്ളിൽ കയറിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ വീടിന് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ഷോ വാളോ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ആകെ ഞാൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മെയിൻ സ്ലാബുകൾ കംപ്ലീറ്റ് പുറത്തേക്ക് പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് മെയിൻ സ്ലാബ് ചെയ്തപ്പോൾ പുറത്തേക്ക് ഒരു പ്രൊജക്ഷൻ കൊടുത്തതിൻ്റെ ഒരു ഉപകാരം എന്താണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റെയർ കേസ് മുകളിൽ കയറി ചെല്ലുമ്പോൾ മനസ്സിലാവും. 2 ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മളത് ചെയ്തത്. ഒന്ന്, താഴത്തേക്ക് ഉള്ള സിറ്റ് ഔട്ടിലേക്ക് വെള്ളം വീഴാണ്ടിരിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ മുകളിലത്തെ സിറ്റ് ഔട്ടിൽ കുറച്ചും കൂടി സ്പേസ്, അപ്പോൾ നിങ്ങൾക്ക് ആ പില്ലേഴ്സ് നിൽക്കുന്നത് കണ്ടാൽ മനസ്സിലാവും. ആ പില്ലേഴ്സ് ഉള്ളിലാണ് നിൽക്കുന്നത്. നമ്മൾ അവിടുന്ന് ഒരു 2 അടിയോളം പുറത്തേക്ക് അത് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ മെയിൻ സ്ലാബ് ചെയ്തപ്പോൾ നമ്മൾ ഈ ഒരു പുറത്തേക്ക് ചാടിച്ച ചാട്ടത്തിനേക്കാളും കൂടുതൽ ഒരു 15 സെൻറ്റിമീറ്ററും കൂടി കവിച്ച് വെച്ചിട്ടാണ് അതിൻ്റെ മുകളിലത്തെ ഷെയ്ഡ് നമ്മൾ ചെയ്തത്. ഇനിയിപ്പോൾ മുകളിൽ പെർമിഷൻ കിട്ടാത്ത സ്ഥിതിക്ക് ഇതിൻ്റെ മുകളിൽ ഇവർ മെറ്റൽ റൂഫിങ് ചെയ്യാൻ പോവുകയാണ്. കാരണം ഈ 4 അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം തുണി ഉണക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇതിൻ്റെ മുകളിലത്തെ ആ സ്പേസ് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ മുകളിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതേ സ്റ്റെയർ സെയിം ആയിട്ട് കൊണ്ടുപോയത് കേട്ടോ. അല്ല, ഇങ്ങനത്തെ വീടുകളൊക്കെ നമ്മൾ റെൻറ്റിന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഒരു സൗകര്യം കൂടി ചെയ്ത് കൊടുക്കണം. കാരണം ഇവർക്ക് ഇപ്പോൾ ഒരു മുറ്റെന്ന് പറയാനോ അല്ലെങ്കിൽ തുണികൾ ഉണക്കാനൊന്നും വേറെ സെപ്പറേറ്റ് സ്ഥലങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും മുകളിൽ ഒരു ഓപ്പൺ ടെറസ് ഇവർക്ക് അവരെ കാര്യങ്ങൾക്ക്, അതേ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നടത്താൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് ഈ ഒരു ഓപ്പൺ ടെറസ് ഇനി ഉപയോഗിക്കാൻ പറ്റുക. എയർപോർട്ടിൻ്റെ അടുത്തായ കാരണം കൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇനി ഒരു നില അപ്രൂവൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളന്ന് ശ്രമിച്ചപ്പോൾ അവർക്ക് കിട്ടിയില്ല. ഈ മുകളിൽ കാണുന്ന ഈ ഒരു കോണിക്കോട് സാധാ ബ്രിക്സിലാണ് പണിതിരിക്കുന്നത്. ബ്രിക്സിൽ പണിതിട്ട് പ്ലാസ്റ്ററിങ് ചെയ്തതാണ് കേട്ടോ. എന്തിനെടുത്ത് പറയുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇതേപോലെ ഒരു നില ചെയ്യുന്ന ആൾക്കാർക്ക് ഇതേപോലെ കോണിക്കോട് ഉണ്ടായിരിക്കും. നമ്മൾ കോണിക്കോട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അഡീഷണൽ സ്ക്വയർ ഫീറ്റാണ് ഇട്ടാണ് വരിക. അത് മാത്രമല്ല, നമ്മൾക്ക് ഇതേപോലെ ഒരു ചെറിയൊരു കോണിക്കോട് മാത്രമായിട്ട് ഇപ്പോൾ ദൂരങ്ങളിലായിരിക്കുമല്ലോ സൈറ്റ്. അപ്പോൾ അവിടെ പോയി ചെയ്യാനായിട്ട് രണ്ടാമതൊരു ടീമിനെ പറഞ്ഞയക്കുമ്പോൾ അതും ഓവർ എക്സ്പെൻസാണ്. നേരെ മറിച്ചിട്ട് അതൊരു ഫുൾ ഏരിയ ആയിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യണം, അത് കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഏറ്റവും നല്ലത് ആ ഒരു സമയത്ത് അത് ബ്രിക്സിൽ ചെയ്യണതാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു ഹാള്. താഴത്തെ വീഡിയോ എടുത്തിട്ടില്ല, കാരണം താഴത്തെ ടൈൽസ് കാര്യങ്ങൾ ക്ലോസറ്റൊക്കെ ഇരിക്കുകയാണ്. മുകളിലാണ് ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയ രീതിയിലുള്ളത്. താഴത്തെ എന്താണോ ഉള്ളത് അതന്നെ സെയിം മുകളിലുള്ളത്. അതായത് ഒരു ഇലക്ട്രിക്കലിൻ്റെ പോയിൻറ്റിനും കൂടി വ്യത്യാസം അല്ലാണ്ട് താഴെയുള്ള സെയിം തന്നെയാണ്. പിന്നെ ഈ ഒരു വീടിന് എല്ലാം സെപ്പറേറ്റ് ആട്ടോ. അതായത് കറണ്ട് സെപ്പറേറ്റ് വേണം, എത്ര സെപ്പറേറ്റ് ആണ്. കാരണം 4 മീറ്റർ നിങ്ങൾ താഴത്ത് കോണിക്കൂടിൻ്റെ ഇടയിൽ കണ്ടിട്ടുണ്ടാവും. 4 മീറ്ററും എല്ലാം സെപ്പറേറ്റ് കണക്ഷനാണ് വരുന്നത്. ഇവിടെ റെൻറ്റിന് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ എയർപോർട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അങ്ങനത്തെ ആൾക്കാർക്കാണ്. അപ്പോൾ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഫാമിലി ഉണ്ടായിരിക്കില്ല. മാക്സിമം ഭാര്യയും ഭർത്താവും പിള്ളേരും മാത്രം. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് താമസിക്കാൻ ഏറ്റവും, അതായത് നമ്മൾ കിച്ചണിൽ ഒരു സ്ലാബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയ സ്പേസുള്ള കിച്ചൺ തന്നെയാണ്. അത് നമ്മൾ ഫ്രിഡ്ജൊക്കെ വെക്കാനുള്ള ഗ്യാപ്പ് ഒഴിവാക്കിയിട്ടിട്ട് ബാക്കിയുള്ള സ്പേസിലാണ് നമ്മൾ കിച്ചൺ സ്ലാബൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് 2 ബെഡ്റൂം, അതിൽ 2ലും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. നേരത്തെ കണ്ട പോലത്തെ ഒരു വലിയ ഹാള്, ഒരു സിറ്റ് ഔട്ട്. ഇത്രയാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലെ ഒരു സൈഡിൽ വരുന്നത്. ഇതേപോലത്തെ 4 എണ്ണമാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മളെ രീതിയിലല്ലാണ്ട് കല്ലിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്വയർ ഫീറ്റ് ഇത്ര സൗകര്യമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഒരു സൈഡിൽ, അത് നീളം സൈഡിൽ ഏകദേശം 7 ചുമര് വരുന്നുണ്ട്. 7 ചുമര് വരുമ്പോൾ നമ്മൾ 20 സെൻറ്റിമീറ്ററിൻ്റെ കല്ലാണെന്നുണ്ടെങ്കിൽ 7 14, അതായത് 1.40 ഭിത്തി മാത്രമായിട്ട് പോകും. അതന്നെ നമ്മളേക്ക് മാറുമ്പോഴോ വെറും 70 സെൻറ്റിമീറ്ററിൽ ആ എല്ലാ ഭിത്തികളും കവറാവുകയാണ്. നേർപകുതി അത്രയും നമുക്ക് ആ ചുമരിൻ്റെ സ്പേസ് നമുക്ക് ഇതേപോലെ ബാത്റൂമിലും റൂമിലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് നമ്മളെ ഭിത്തിയുടെ തിക്നെസ് വരുന്നത്. അപ്പോൾ നമ്മളെ രീതിയിൽ ചെയ്യുമ്പോഴുള്ള ലാഭം, ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ അത് ഭയങ്കര ലാഭം. അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോൾ വാടകയ്ക്ക് താമസിക്കാൻ വരണം, ഒരിക്കലും ചോദിക്കാൻ പാടില്ല നിങ്ങളിത് കോൺക്രീറ്റിൽ ചെയ്താണോ, അതിന് ചൂട് കൂടുമോ, ഇതിന് കാര്യങ്ങളുണ്ടാവുന്നത്. ക്ലയൻറ്റിന് എന്താ വേണ്ടത്, ഏറ്റവും കൂടുതൽ ലൈഫ് കിട്ടുക. അത് കോൺക്രീറ്റിൽ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. 100% അയാളെ അതിൽ ഓക്കെയാണ്. പിന്നെ അവർക്ക് വേണ്ടത് ഇത്രയും ചെറിയ സ്ക്വയർ ഫീറ്റിൽ ഇത് ഫുൾ ഫിനിഷ് ആക്കുമ്പോഴേ ഉള്ളൂ അവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവുക. അപ്പോൾ അങ്ങനെ നോക്കണ സമയത്ത് അവർക്ക് ഈ സ്പേസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ 4 ഇഞ്ചിൻ്റെ ചുമരിൽ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ഒരു വീടിന് വേണ്ടത് സ്ട്രെങ്ത് ആണോ അതോ ചൂടാണോ? ചൂടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ മെയിൻ സ്ലാബ് കൂടി
ഈ കോൺക്രീറ്റിൽ ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം മെയിൻ സ്ലാബ് ആകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ചൂട് താഴത്തേക്ക് ഇറങ്ങണത്. അപ്പം നിങ്ങൾ അതും കൂടി മാറ്റിയിട്ട് പണ്ടത്തെ പോലെ ഉരുടീസും തിലാനൊക്കെ നിരത്തിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഭയങ്കര കൂളിംഗ് ആയിട്ട് കിട്ടും. അപ്പോൾ പിന്നെ എന്തിനാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല, ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളത് കോൺക്രീറ്റ് ചെയ്യണത്? ഇപ്പോൾ ഉള്ള ഒരാൾക്കാരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾക്ക് സൗകര്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കും, എന്നിട്ട് നമ്മൾ എടുക്കാത്ത കാര്യങ്ങൾക്ക് കംപ്ലീറ്റ് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കും. അങ്ങനത്തെ ആൾക്കാരാണ് എൻ്റെ ഈ ഒരു വീടിന് ചൂടിൻ്റെ പ്രശ്നം പറഞ്ഞിട്ട് എല്ലാ വീട്ടിലും ഇപ്പോൾ എ സി വെക്കുന്നുണ്ട്. ഈ വീട്ടിലും തന്നെ 8 AC പോയിൻ്റ് വെച്ചിട്ടുണ്ട്. പൈസ ഉള്ള ആൾക്കാരല്ല, ഇപ്പോൾ സാധാരണക്കാരടക്കം റൂമിൽ എ സി ഇട്ടിട്ടാണ് കല്ലുകൊണ്ട് ചെയ്ത വീട്ടിലടക്കം കടന്നുറങ്ങുന്നത്. ആ കാലത്താണ് ഈ ഒരു ചൂടിൻ്റെ കുഴപ്പം മാത്രം പറഞ്ഞിട്ട് ബാക്കിയെല്ലാം നമ്മളെ വീടിനെ ഓക്കെ എന്ന് പറയുന്ന ആൾക്കാരും ചൂടാണ് അവരുടെ വലിയൊരു പ്രശ്നം. എന്നിട്ടോ സാധാരണ കല്ലിൽ കെട്ടിയ വീടിൻ്റെ ഉള്ളിൽ എ സിയും വെച്ചിട്ട് കടന്നുറങ്ങും ചെയ്യും ഇവർ. എന്തൊക്കെയല്ല, വീട്ടുകാർ ഹാപ്പിയാണ്, അതേപോലെ ഞങ്ങളും ഹാപ്പിയാണ്.